നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഇന്ദ്രൻ രക്ഷിച്ചു പോരുന്നത് കൊണ്ട് അതിനെ ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴൊക്കെ അഗ്നി ഭഗവാൻ ആ ഖണ്ഡവനത്തെ വളഞ്ഞ് ആളിപ്പടരാൻ തുടങ്ങുന്നു, അപ്പോഴെല്ലാം ഇന്ദ്രൻ മഴ പെയ്ച്ച് തകർക്കുന്നു. അപ്പോൾ ആരാണ് തനിക്ക് ഈ അവസരത്തിൽ മോചനം നൽകുക എന്ന് ചിന്തിച്ചപ്പോഴേക്കും അതിനുള്ളതായ ശേഷി അർജുനനുണ്ട് എന്ന് അഗ്നി മനസ്സിലാക്കി. അഗ്നിയെ സഹായിക്കാം, ഖണ്ഡവനം അഗ്നിക്ക് ഭക്ഷണമായേക്കാം എന്ന് കൃഷ്ണന്റെ ഉപദേശമനുസരിച്ചിട്ട് അർജുനൻ പറഞ്ഞു. അങ്ങനെ അഗ്നിയെ സന്തോഷിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് അഗ്നി ഭഗവാൻ ദിവ്യമായിരിക്കുന്ന ഗാണ്ഡീവം അർജുനന് നൽകി. അത് സമുദ്രദേവതയെ അഗ്നി ഭഗവാൻ വരുത്തി അദ്ദേഹത്തെ കൊണ്ട് നൽകിച്ചതാണ് എന്ന് മാത്രമല്ല, ഒരിക്കലും അമ്പുകൾ തീരാത്തതായ ആവനാഴിയും നൽകി. തേന കാർമുകമുഖ്യേന ബാഹുവീര്യേണ ജാത്മനഃ കൃതാവശേ മഹീപാലാഃ തത്ര കാ പരിദേവന. ആ ശ്രേഷ്ഠമായിരിക്കുന്ന വില്ലിന്റെ ബലത്തിലും അതേപോലെ തന്നെ ആ അസ്ത്രങ്ങളുടെ ബലത്തിലും തന്റെ ബാഹുവീര്യത്തിന്റെ ബലത്തിലും ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും അർജുനൻ വശത്താക്കി കഴിഞ്ഞു. എല്ലാവരും അർജുനനെ ആദരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബലവാനോട് മത്സരിക്കാൻ ആരും, വിവേകമുള്ളവരാരും പുറപ്പെടില്ല. ഇവിടെയാണെങ്കിൽ ഈ ബലവാന്മാരാകട്ടെ അങ്ങേറ്റം ധാർമ്മികന്മാരും. അപ്പോൾ അവരോട് ചങ്ങാത്തം പുലർത്തുന്നത് തങ്ങളെയും ധർമ്മ പദവിയിൽ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് നല്ലവരായ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും യുധിഷ്ഠിരനെ, പാണ്ഡവന്മാരെ അനുകൂലിക്കുന്നു. ഇതോടൊപ്പം തന്നെ അർജുനൻ വേറൊരു വലിയ കാര്യം കൂടി ചെയ്തു. അഗ്നിദാഹാന്മയം ചാപി മോക്ഷയിത്വാ സദാനവം. ആ ഖണ്ഡവനത്തിലെ അഗ്നി ആളിപ്പടരുമ്പോഴേക്കും അവിടെ അസുരശില്പിയായ മയൻ വസിക്കുന്നുണ്ടായിരുന്നു. മയൻ ഓടി വന്ന് കൃഷ്ണാർജുനന്മാരെ ശരണം പ്രാപിച്ചു. അർജുനൻ മയന് അഭയം നൽകി. അങ്ങനെ മയനെ രക്ഷിച്ചു. അതിന് പ്രതിഫലമായിട്ടാണ് മയൻ ആ അത്ഭുതകരമായ കാഴ്ചകളോടുകൂടിയ ഒരു സഭാമണ്ഡപത്തെ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് പണിത് നൽകിയത്. ആ സഭാമണ്ഡപം നിനക്ക് വേണമെന്ന് നീ മോഹിച്ചതുകൊണ്ട് കാര്യമായില്ല. പാണ്ഡവന്മാർ അവരുടെ മികവ് കൊണ്ട് നേടിയതാണ്. തേന ചൈവ മയേനോക്ത കിങ്കരാ നാമ രാക്ഷസാഹ. മയന്റെ കൽപ്പന അനുസരിച്ചിട്ട് മയന് കീഴടങ്ങി നിൽക്കുന്ന രാക്ഷസന്മാര്, അവരാണ് ആ സഭാഗൃഹത്തിന്റെ ഈ ഐശ്വര്യ സമ്പത്തിന് മുഴുവൻ, അതിന്റെ ആ സാമർഥ്യങ്ങൾക്ക് മുഴുവൻ വേണ്ടുന്നതായിട്ടുള്ള ശക്തി പകർന്ന് അതിനെ വേണ്ടുന്ന രീതിയിലെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്നറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് അല്ലയോ ദുര്യോധന, നീ ആ പേരിലും ആ മായക്കാഴ്ചകളുള്ള സഭയുടെ പേരിലും അവരോട് കയർക്കരുത്. യച്ഛാ സഹായതാം രാജൻ ഉക്തവാനസി ഭാരത. അല്ലയോ രാജാവേ, അങ്ങേ സഹായിക്കാൻ ആരുമില്ല, അസഹായതാം, അങ്ങേ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞത്. യുധിഷ്ഠിരനെ സഹായിക്കാനായിട്ട്
വളരെയേറെ പേരുണ്ട്, ശക്തന്മാരായ അനുജന്മാരുണ്ട്. അതേപോലെ തന്നെ ഈ ദുഷ്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നീ പറഞ്ഞു. ആ വാക്ക് തന്മിഥ്യാഭ്രാതരോഹീമേ തവ സർവേ വശാനുഗാഹ. അല്ലയോ അർജുന, നീ ആ പറഞ്ഞത് മിഥ്യയാണ്, തെറ്റാണ്. നീ ആ പറഞ്ഞത് നിന്റെ അശ്രദ്ധ കൊണ്ടാണ്. യഥാർത്ഥത്തില് നിന്റെ സഹോദരന്മാർ എത്ര പേരാണുള്ളത്? നിനക്ക് അനുജന്മാരായിട്ട് ഇനി 99 പേരുണ്ട്. അവരെല്ലാവരും വീരന്മാരാണ്, നിസ്സാരന്മാരല്ല. അവരെല്ലാവരും നിന്റെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് നിന്നെ എല്ലാ പ്രകാരത്തിലും സേവിച്ചുകൊണ്ട് നിന്റെ ആജ്ഞകൾ അനുസരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന് നീ പറഞ്ഞത് ഒരു കാരണവശാലും അല്ലയോ ദുര്യോധന ശരിയല്ല എന്ന് അറിഞ്ഞുകൊള്ളൂ. ദ്രോണസ്തവ മഹേശ്വാസ. നിന്റെ അനുജന്മാര് മാത്രമല്ല, ദ്രോണസ്തവ മഹേശ്വാസ സഹപുത്രേണ വീര്യവാൻ സൂതപുത്രശ്ച രാധേയോ ഗൗതമശ്ച മഹാരഥ. അല്ലയോ ദുര്യോധന, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം പ്രഗത്ഭന്മാരായിരിക്കുന്ന എത്രയോ വീരന്മാരുണ്ട്. ആചാര്യനല്ലേ ദ്രോണൻ, വലിയ യോദ്ധാവായിരിക്കുന്ന ശക്തിശാലിയായിരിക്കുന്ന ഈ ലോകം കണ്ട വലിയ ധനുർധരനായിരിക്കുന്ന ദ്രോണനുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാമാവുണ്ട്. ആ അശ്വത്ഥാമാവാകട്ടെ അങ്ങേയറ്റം വീര്യവാനാണ്. പിന്നെ സൂതപുത്രനുണ്ട്, ലോകം കണ്ട വില്ലാളികളിൽ വെച്ചിട്ട് അഗ്രഗണ്യനായിരിക്കുന്ന സൂതപുത്രൻ. ആരാ? കർണൻ. ആ കർണനുണ്ട്. സൂതപുത്രശ്ച രാധേയോ ഗൗതമശ്ച മഹാരഥ. രാധേയനായിരിക്കുന്ന സൂതപുത്രൻ, രാധയുടെ മകനായിരിക്കുന്ന സൂതപുത്രൻ കർണനുണ്ട്. അതേപോലെ തന്നെ മഹാരഥനായിരിക്കുന്ന ഗൗതമനുണ്ട്, കൃപാചാര്യരുണ്ട്. ഇവരെല്ലാം നിനക്ക് സഹായികളായിട്ട് നിന്നോടൊപ്പം ഉള്ളപ്പോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നീ ഇങ്ങനെ കരയുന്നത് അല്ലയോ അർജുന എന്തിനു വേണ്ടി? അല്ലയോ ദുര്യോധന എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ശകുനി ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, അഹം ച സഹസോദര്യൈഹി സൗമദത്തിശ്ച പാർത്ഥിവ. അല്ലയോ രാജാവായിരിക്കുന്ന ദുര്യോധന, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടല്ലോ, നിന്റെ ഈ അമ്മാവൻ. എന്ന് മാത്രമല്ല, സൗമദത്തിയുണ്ട്, ഭൂരിശ്രവസ്സുണ്ട്. ലോകം കണ്ട വീരന്മാരില് യോദ്ധാക്കളില് അഗ്രിമനാണല്ലോ ഭൂരിശ്രവസ്. ആ ഭൂരിശ്രവസ്സുണ്ട് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അല്ലയോ ദുര്യോധന, നീ ഒരു കാരണവശാലും നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് കരുതി നീ ദുഃഖിക്കരുത്. നിന്റെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് നീ സജ്ജനത്തിന് ഉചിതമായിരിക്കുന്ന മാർഗമേതോ ആ മാർഗത്തെ അവലംബിച്ച് വളരെയേറെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. എങ്കിൽ നിനക്ക് ശ്രേയസ്സുണ്ടാകും. പാണ്ഡവന്മാർക്ക് ശ്രേയസ്സുണ്ടായ അതേ പ്രകാരത്തിലാണ് നീ ഇതുവരെ അനുവർത്തിച്ചു പോന്നതായ ക്രൂരമായ ചിന്തകൾ, ക്രൂരമായ കർമ്മങ്ങൾ, അതെല്ലാം നീ വിട്ടേക്കുക. നീ ധാർമ്മികമായ പന്ഥാവിലൂടെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുക. ഇങ്ങനെ ശകുനി പറയുന്ന അവസരത്തില് ദുര്യോധനൻ മറുപടി പറഞ്ഞു, അല്ലയോ അമ്മാവ, അങ്ങ് പറഞ്ഞതിന് ഞാൻ അതേ പ്രകാരത്തിൽ അംഗീകരിക്കുന്നില്ല. പിന്നെയോ ത്വയാച സഹിതോ രാജൻ ഏതൈശ്ചാന്യൈർ മഹാരഥൈഹി ഏതാനേവ വിജയിഷ്യാമി യദി ത്വമനുമന്യസേ. പാണ്ഡവന്മാരോട് സൗഹാർദ്ദത്തോട് പെരുമാറണം, അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറണം, അവരോടൊപ്പം ഒരുമിച്ച് ഈ ഭൂമണ്ഡലത്തില് ജീവിക്കാനായിട്ട് നീ പരിശീലിക്കണം എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പാണ്ഡവന്മാരെ ജയിക്കണം എന്നത് തന്നെയാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാല് പാണ്ഡവന്മാരെ ജയിക്കാനാവില്ല. അങ്ങ് പാണ്ഡവന്മാരെ ജയിക്കുന്ന കാര്യത്തില് എന്റെ ഒപ്പമുണ്ടാകണം. എന്ന് മാത്രമല്ല,
അങ്ങ് ഈ പറഞ്ഞ യോദ്ധാക്കളുണ്ടല്ലോ, മഹാരഥന്മാര്, അവരെല്ലാവരും എന്നോടൊപ്പം ഞാൻ പറയുന്നതനുസരിച്ച് പാണ്ഡവന്മാരോട് ഏറ്റുമുട്ടാൻ, അവരുടെ ആ ഐശ്വര്യമെല്ലാം അപഹരിക്കാൻ തയ്യാറായി നിന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും എനിക്ക് ജയിക്കാനാകും, ഈ പാണ്ഡവന്മാരെ തോൽപ്പിക്കാനാകും. അതിന് വേണ്ടത് അങ്ങയുടെ സഹായം. എന്റെ ഈ കർമ്മപദ്ധതി, പാണ്ഡവന്മാരെ തോൽപ്പിച്ച് അവർ നേടിയിരിക്കുന്ന ഐശ്വര്യം മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ള കർമ്മപദ്ധതി, അത് അങ്ങ് അംഗീകരിക്കണം. അംഗീകരിച്ചാൽ, അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. അതല്ലാതെ അങ്ങ് പറയുന്ന പ്രകാരത്തില് പാണ്ഡവന്മാരെ പോലെ സാത്വികമായ ജീവിതം അതൊന്നും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് എത്രയോ വർഷം ക്ലേശിക്കണം. സാത്വിക ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ്. വർഷങ്ങൾ ക്ലേശിക്കണം, ജന്മങ്ങൾ ക്ലേശിക്കണം. അതിനേക്കാൾ എളുപ്പത്തില് ശത്രുവിന്റെ സമ്പത്ത് മുഴുവൻ ബലപൂർവകമായിട്ട് അത് ചതിവിലൂടെ ആയാലും അല്ലാതെ ആയാലും പിടിച്ചെടുക്കുക, അതാണ് വേണ്ടത്. അതിന് അങ്ങയുടെ സഹായമുണ്ടാകണം. ദ്രോണന്റെയും ഭീഷ്മന്റെയും അതേപോലെ തന്നെ കർണന്റെയും മറ്റെല്ലാ മഹാരഥന്മാരുടെയും സഹായം ഉണ്ടാകണം. അവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ അവരുടെ സഹായം കൊണ്ട് പ്രയോജനവുമുള്ളൂ.